സമ്പൂർണ്ണ ശൗചാലയ പ്രഖ്യാപനം നടത്തിയെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലെ മിഠായി തെരുവിൽ ഇപ്പോഴും തൊഴിലാളികൾ ടോയ്ലറ്റ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 3000-ഓളം വനിതാ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മിഠായി തെരുവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗം കെട്ടിടത്തിലും ടോയ്ലറ്റ് സൗകര്യമില്ല. ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാം പൂർത്തിയായി, ബാത്റൂം എല്ലാ സൗകര്യം വന്നൊക്കെ. പക്ഷേ ഇവിടുത്തെ തൊഴിലാളിയാണ് 16 വർഷമായിട്ട് ജോലി ചെയ്യുന്ന മിഠായി തെരുവിലുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ തൊഴിലാളികൾക്ക് ബാത്റൂം സൗകര്യം ആയിട്ടില്ല. ഇതാണ് മിഠായി തെരുവിന് പറയാനുള്ളത്. പരസ്യ വിസർജന വിമുക്തമായി പ്രഖ്യാപിച്ച കോർപ്പറേഷൻ അധികൃതരുടെ മൂക്കിന് താഴെയുള്ള ഈ തെരുവിൽ ടോയ്ലറ്റുകളില്ലാതെ സ്ത്രീ തൊഴിലാളികൾ കഷ്ടപ്പെടുന്നു. കെട്ടിട ഉടമകൾക്കും വ്യാപാരികൾക്കും കോർപ്പറേഷൻ അധികൃതർക്കും തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി പ്രശ്നമേ അല്ല. ഗതികെട്ടാൽ തൊഴിലാളികൾ ടോയ്ലറ്റ് സൗകര്യമുള്ള മറ്റിടങ്ങളിലേക്ക് പോകും. ചിലർ പ്രയാസം സഹിച്ചിരിക്കും. മറ്റ് ടോയ്ലറ്റുകളിൽ പോകുമ്പോൾ പലപ്പോഴും ഇവർക്ക് കടയുടമകളുടെ അധിക്ഷേപം കേൾക്കേണ്ടി വരുന്നു. ബാത്റൂം സൗകര്യം ഏറ്റവും കൂടുതൽ വിഷമമാവുന്ന സ്ത്രീകൾക്കാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ ജോലിക്ക് വരുന്നൊരു സമയമാണല്ലോ, വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക്. ഞങ്ങൾക്ക് ബാത്റൂം ഇല്ലാണ്ട് വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ബാത്റൂം പോകാൻ പല സ്ഥലത്താണ്, അവിടെ റോട്ടുമിലും പിന്നെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകൽ. വെള്ളം ഉണ്ടാവില്ല, ചില സമയത്ത് ഓരോ സ്ഥലത്ത് പോയാൽ ചീത്തയും കേൾക്കും ഞങ്ങൾക്ക് നല്ലോണം. പല കെട്ടിടങ്ങളിലും പ്ലാനിൽ ടോയ്ലറ്റായി കാണിച്ച സ്ഥലങ്ങൾ കടമുറികളാക്കി കഴിഞ്ഞു. ഇതിപ്പോൾ നിയമപ്രകാരം ഈ ബിൽഡിങ്ങിൻ്റെ ബാത്റൂമാണിത്. ഈ ബാത്റൂം ഇപ്പോൾ ഷോപ്പാക്കിയിട്ട് ഉപയോഗിക്കുകയാണ്. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ മിഠായി തെരുവിൽ പരിശോധന എന്ന പേരിൽ സന്ദർശനം നടത്താറുണ്ടെങ്കിലും എല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. നിലവിലുള്ള ടോയ്ലറ്റുകൾ കൂടി അടച്ചുപൂട്ടിയതിലൂടെ മിഠായി തെരുവിലെ തൊഴിലാളികൾ ദുരിതമനുഭവിക്കുമ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷൻ സമ്പൂർണ്ണ ODF പ്രഖ്യാപനം നടത്തിയത്. കോർപ്പറേഷൻ അധികൃതരുടെ അറിവോടുകൂടിയാണ് പരസ്യമായ ഈ നിയമലംഘനമെന്ന് ഉറപ്പ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18.